ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ വീഡിയോ കാണുന്നവരിൽ അല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ എത്ര പേർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ തോറ്റുപോയി, ഇനി എനിക്ക് കഴിയില്ല എന്ന ചിന്ത ഉണ്ടായിട്ടുണ്ട്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തോൽവി ബോധം അനുഭവിക്കാത്തവരായി ആരുമില്ല. ബിസിനസ് തകരുമ്പോൾ, പ്രണയം പരാജയപ്പെടുമ്പോൾ, പരീക്ഷകളിൽ മാർക്ക് കുറയുമ്പോൾ, കഠിനമായി ശ്രമിച്ചിട്ടും ജോലി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? സുഹൃത്തുക്കളെ, തോറ്റുപോകുന്നു എന്ന് തോന്നുന്നത് ഒരു തെറ്റല്ല. അത് നിങ്ങളൊരു മനുഷ്യനാണ് എന്നതിൻ്റെ തെളിവാണ്. പക്ഷേ ആ തോന്നലിൽ തളർന്ന് അവിടെ തന്നെ കിടക്കുന്നിടത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകം എപ്പോഴും വിജയങ്ങളെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ. സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് മറ്റുള്ളവരുടെ ആഡംബര ജീവിതവും സന്തോഷങ്ങളും വിജയങ്ങളുമാണ്. ഇത് കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ അവരുമായി താരതമ്യം ചെയ്യും. അപ്പോഴാണ് നമ്മളിൽ തോറ്റുപോകുന്നു എന്ന ചിന്ത ശക്തമാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, താരതമ്യം ഒരു കെണിയാണ്. നിങ്ങൾ കാണുന്ന മറ്റുള്ളവരുടെ ജീവിതം അവരുടെ ഹൈലൈറ്റ് റീൽ മാത്രമാണ്. അവരുടെ പോരാട്ടങ്ങളും കണ്ണീരും അവർ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പങ്കുവെക്കാറില്ല. രണ്ടാമതായിട്ടുള്ളത് താൽക്കാലികമായ തടസ്സങ്ങൾ ഒരു തോൽവിയല്ല എന്നുള്ളതാണ്. ഒരു പരീക്ഷയിൽ തോറ്റാൽ ജീവിതം തോറ്റു എന്നർത്ഥമില്ല. അതൊരു പരീക്ഷണം മാത്രമാണ്. മൂന്നാമതായിട്ടുള്ളത് മാറ്റമില്ലാത്ത അവസ്ഥയില്ല. രാത്രി എത്ര കഠിനമായാലും അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ മോശം അവസ്ഥയും കടന്നുപോകും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ മാനസിക വിഷമം ഒരു മൺപാത്രം തീയിൽ ചുട്ടെടുക്കുന്നത് പോലെയാണ്. ചൂട് കൂടുന്തോറും ആ പാത്രത്തിന്റെ കരുത്ത് കൂടും. അതുപോലെ ഈ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ കൂടുതൽ ശക്തനാക്കി മാറ്റാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിജയികളെ എന്ന് വിളിക്കുന്ന മനുഷ്യരുടെ ഭൂതകാലം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 10,000 തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ആളുകൾ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പരാജയപ്പെടുകയായിരുന്നില്ല, മറിച്ച് ബൾബ് ഉണ്ടാക്കാൻ കഴിയാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തുകയാണ് എന്നാണ്. ജെ.കെ. റോളിംഗ് ഭർത്താവ് ഉപേക്ഷിച്ച് കയ്യിൽ ക്യാഷ് ഇല്ലാതെ സ്വന്തം കുഞ്ഞിനെ പാല് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ ഒരു സ്ത്രീ. അവർ എഴുതിയ ഹാരി പോട്ടർ എന്ന പുസ്തകം 12 പ്രസാധകരാണ് നിരസിച്ചത്. ഇന്ന് അവർ ലോകത്തിലെ ഏറ്റവും ധനികയായ എഴുത്തുകാരിയാണ്. എബ്രഹാം ലിങ്കൻ ബിസിനസ്സിൽ തകർന്നു, പ്രണയിനി മരിച്ചുപോയി, മാനസികമായി തകർന്നു, 8ലധികം തിരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ശ്രമം ഉപേക്ഷിച്ചില്ല. ഒടുവിൽ അദ്ദേഹം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസിഡന്റായി മാറി. ഇവരൊക്കെ തോറ്റുപോയെന്ന് കരുതി അന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ചരിത്രത്തിൽ ഇവരുണ്ടാകുമായിരുന്നു? ഇല്ല. അപ്പോൾ റിമെമ്പർ, പരാജയമാണ് വിജയത്തിലേക്കുള്ള വഴിയിലെ ഏറ്റവും വലിയ ഇന്ധനം. നിങ്ങൾക്ക് ഇപ്പോൾ തോറ്റുപോവുകയാണെന്ന് തോന്നുന്നെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങേണ്ട 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, പോസ്, ഡോണ്ട് ക്വിറ്റ്. നിങ്ങൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഓട്ടം നിർത്തുക. കുറച്ച് സമയം ശാന്തമായിരിക്കുക, ഒരു ദീർഘാശ്വാസം എടുക്കുക. പക്ഷേ ഒരിക്കലും നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. വിശ്രമിക്കുന്നത് തോൽവിയല്ല, അടുത്ത കുതിപ്പിനുള്ള ഊർജം സംഭരിക്കലാണ്. 2, പേ അറ്റൻഷൻ ടു ദ തിങ്സ് വിച്ച് ഇൻ യുവർ കൺട്രോൾ. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെന്ത് പറയും, ഭാഗ്യം എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ ശ്രമം മാത്രമാണ്. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണോ അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. 3, സീ ഫെയിലർ ആസ് എ ടീച്ചർ. പരാജയത്തെ ഒരു അധ്യാപകനായി കാണുക. എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് സ്വയം ചോദിക്കുക. അവിടെ പറ്റിയ തെറ്റുകൾ തിരുത്തുക. തോൽവി എന്നാൽ നിങ്ങൾ മോശക്കാരാണ് എന്നല്ല, നിങ്ങളുടെ രീതി മാറ്റണം എന്ന് മാത്രമാണ് അത് കാണിക്കുന്നത്. 4, ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ കാണുന്ന രൂപത്തോട് പറയുക, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നമ്മൾ ഇത് നേരിടും, നമ്മൾ വിജയിക്കും. സുഹൃത്തുക്കളെ, ജീവിതം നിങ്ങളെ നിലത്തേക്ക് അടിച്ചു വീഴ്ത്തുമ്പോൾ നിങ്ങൾ എത്ര താഴേക്ക് വീണു എന്നതല്ല കാര്യം, അവിടെ നിന്നും നിങ്ങൾ എത്ര ഉയരത്തിലേക്ക് തിരിച്ചു പറക്കുന്നു എന്നതാണ് പ്രധാനം. ഒരു വിത്ത് മണ്ണിൽ വീഴുമ്പോൾ അത് നശിച്ചു പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു വലിയ മരമായി വളരാൻ വേണ്ടി മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഇരുണ്ട അവസ്ഥ നിങ്ങൾ തകർന്നു പോകുന്ന ഒന്നല്ല, മറിച്ച് പുതിയൊരു മനുഷ്യനായി നിങ്ങൾ ജനിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ്. വീഴുന്നത് പരാജയമല്ല, വീണ് കിടക്കുന്നതാണ് നിങ്ങളുടെ പരാജയം. അതുകൊണ്ട് കണ്ണീരൊപ്പുക, തളർച്ച മാറ്റുക, നെഞ്ചു വിരിച്ച് തലയുയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടക്കുക.
നിങ്ങളുടെ ഏറ്റവും മികച്ച വിജയങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്നൊരു ദിവസം വരും. അന്ന് നിങ്ങൾ പുഞ്ചിരിയോടെ പറയും, അന്ന് ഞാൻ തോറ്റുകൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർ, സ്പാർക്ക് മൈൻഡ്.